അതിർത്തി തർക്കത്തെ തുടർന്ന് അയൽവാസിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പിതാവിനും മക്കൾക്കും 6 വർഷം തടവും പിഴയും ശിക്ഷ. പെരിയ നാലേക്ര സ്വദേശികൾക്കെതിരെയാണ് വധശ്രമ കേസിൽ കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയുടെ നിർണായക വിധി. അതിർത്തി തർക്കത്തെ തുടർന്ന് അയൽവാസിയെ തടഞ്ഞു നിർത്തി മാരകായുധങ്ങൾ ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ അച്ഛനും 2 മക്കൾക്കും 6 വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചു. പെരിയ നാലേക്ര സ്വദേശികളായ കണ്ണൻ, മക്കളായ മനീഷ് കെ, ബിജിത് കെ എന്നിവരെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് അചിന്ത്യ രാജ് ഉണ്ണി ശിക്ഷിച്ചത്. 2020 മാർച്ച് 6 രാവിലെ 8 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെരിയ നാലേക്കരയിലെ പീതാംബരൻ നായരുടെ പറമ്പിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ അതിർത്തി തർക്കത്തെ തുടർന്ന് വിരോധത്താൽ ഇദ്ദേഹത്തെ അസഭ്യം പറയുകയും ആക്രമിക്കുകയുമായിരുന്നു. 2ാം പ്രതിയായ മനീഷ് ശീമക്കൊന്ന വടികൊണ്ട് പീതാംബരന്റെ തലയ്ക്കടിച്ചു. 3ാം പ്രതി ബിജിത്ത് കത്തിക്കൊണ്ട് തലയ്ക്ക് വെട്ടി മാരകമായി പരിക്കേൽപ്പിച്ചുവെന്നാണ് കുറ്റം. പീതാംബരന്റെ മോട്ടോർ സൈക്കിൾ അടിച്ചു തകർത്ത പ്രതികൾ ഏകദേശം 2100 രൂപയുടെ നഷ്ടം വരുത്തിയതായും തെളിഞ്ഞു. ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യഘട്ട അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് അന്നത്തെ ഇൻസ്പെക്ടർ പി നാരായണനാണ്. തുടർന്ന് ഇൻസ്പെക്ടർ നിസാം എസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ സതീശൻ പി, അഡ്വക്കേറ്റ് അംബിലി കെ എന്നിവർ ഹാജരായി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾ പീതാംബരനെതിരെ നൽകിയിരുന്ന പ്രത്യാരോപണ കേസിൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി ഇതേ ദിവസം തന്നെ വെറുതെ വിടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.